തെറ്റുപറ്റി മാപ്പ് അപേക്ഷിച്ച് മോദി കൈകൂപ്പുകയാണ്. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് തെറ്റുപറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 75-ാം വയസ്സിലേക്ക് കടക്കുന്ന മോദി മാപ്പ് പറയുന്നത്. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറും ഇതുപോലെ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇനിയുള്ള കാലം ധ്യാനത്തിലേക്കും പിന്നീട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും കടക്കാനാണ് തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജീവ് കുമാർ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. അതിനു പിന്നാലെയാണിപ്പോൾ മോദിയും തെറ്റുപറ്റി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഈ സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുന്നതോടെ രാജിവെക്കേണ്ടി വരുമോ എന്നുള്ളത് കൊണ്ടാണോ എന്തോ ഒരു മനംമാറ്റം മോദിക്ക് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതാണിപ്പോൾ ഈ കുറ്റമേറ്റു പറയുന്നതിലൂടെ കാണാൻ സാധിക്കുന്നത്. സെറോദ സഹസ്ഥാപകനായ നിഖിൽ കമ്മത്തുമായി നടത്തിയ പുതിയ പോഡ്കാസ്റ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. 2 മിനിറ്റും 13 സെക്കൻഡും ദൈർഘ്യമുള്ള പോഡ്കാസ്റ്റിന്റെ ട്രെയിലറിലാണ് പരാമർശം. പോഡ്കാസ്റ്റിന്റെ ട്രെയിലറിൽ നിരവധി വിഷയങ്ങൾ നിഖിൽ കമ്മത്തുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്നതായി കാണാം. അതേസമയം പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള പോഡ്കാസ്റ്റിൽ തനിക്ക് പരിഭ്രമമുണ്ടെന്ന് നിഖിൽ കമ്മത്ത് തുറന്നു പറയുന്നുണ്ട്. എന്നാൽ തന്റെയും ആദ്യ പോഡ്കാസ്റ്റ് ആണിത് എന്നും പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് തനിക്കും അറിയില്ല എന്നും നരേന്ദ്രമോദി മറുപടി നൽകുന്നുണ്ട്. സംഭാഷണത്തിൽ താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു പ്രസംഗത്തെ ഓർത്തെടുത്തുകൊണ്ട് മോദി ഇങ്ങനെ പറയുന്നു: അന്ന് ഞാൻ പറഞ്ഞു, താനും മനുഷ്യനാണ്, ദൈവമല്ല, തനിക്കും തെറ്റുപറ്റും. ദക്ഷിണേന്ത്യൻ മധ്യവർഗ കുടുംബങ്ങളിൽ നിലനിന്ന് വന്ന രാഷ്ട്രീയം മോശമായ ഒരു പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നവരെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നിഖിൽ ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായി, അത് നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ തന്റെ മുൻപിൽ സംഭാഷണത്തിന് തയ്യാറാവില്ലായിരുന്നു എന്നും മോദി മറുപടി പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളെ മോദി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മോദി പറഞ്ഞത് തന്നെ ദൈവം നേരിട്ടിറക്കിയതാണ് എന്നാണ്. അന്ന് RSS മോദിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ തെറ്റുപറ്റി എന്ന് മോദി പറയുന്നത്.